തിരുവനന്തപുരത്ത് സിറ്റിയിൽ കുടിവെള്ളക്ഷാമം തുടരുകയാണ്. ഇപ്പോൾ വലിയ വിളയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് അവിടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. വലിയ വിളയിൽ എന്താണ് അവസ്ഥ? നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെന്നാണല്ലോ വാർത്തകൾ വരുന്നത്. വൈകുന്നേരം 4 മണിക്കുള്ളിൽ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കും, ജലവിതരണം അത് പുനഃസ്ഥിതിയിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്നത് സാങ്കേതികത്വമാണ് റിയാലിറ്റി അതല്ല, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതായത് നമുക്കറിയാം, ഈ റെയിൽവേ പാത ഇരട്ടിക്കലുമായി ബന്ധപ്പെട്ട 5, 6 തീയതികളിലാണ് കുടിവെള്ളം മുടങ്ങും, ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഇത് 7 കഴിഞ്ഞു, 8 ഇന്ന് 8-ാം തീയതിയാണ്. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു. കുടിവെള്ളം മുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് കണക്ഷനുകളെയാണ്. ഞാൻ നിൽക്കുന്നത് വലിയ വിളയാണ്. ഈ 2 ദിവസം, ഇന്ന് രാവിലെ എനിക്ക് ഇവിടെ നിന്നൊരു കോൾ വന്നത്, കഴിഞ്ഞ 2 ദിവസമായി അവർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വെള്ളമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു പരാതിയാണ്, ഒരു ഹ്യൂമനായി നമ്മൾ സമീപിക്കേണ്ട ഒരു പരാതിയാണത്. മാത്രമല്ല, ചിലയിടങ്ങളിൽ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ കഞ്ഞി വെക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതി വരുന്നുണ്ട്. ഇത് കാണുന്നില്ല അധികൃതർ എന്നുള്ളതാണ്. അവർക്ക് തന്നെ ജലവിതരണം മുടങ്ങുമെന്നുള്ള കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ പകരം സംവിധാനം എവിടെ എന്നുള്ളതാണ് ചോദ്യം, നാട്ടുകാർ ചോദിക്കുന്നത്. ടാങ്കറുകളിലെങ്കിലും പകരം സംവിധാനം എത്തിക്കേണ്ടത്. ആ കാണുന്നത് 2 ചെറുപ്പക്കാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരുടെ വീടുകളിലേക്കുള്ള വെള്ളം, അത് ഈ മിനറൽ വാട്ടർ ബോട്ടിലേക്ക് അവർ വെള്ളം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് അങ്ങനെയാണ്. എന്താ അവസ്ഥ ഇവിടെ? ഇവിടെ കുറച്ച് ദിവസം 2-3 ദിവസമായിട്ട് വെള്ളം ഒട്ടും ഇല്ല. നമുക്ക് യൂസ് ചെയ്യാൻ വെള്ളമില്ല. അവസാനം കടകളിൽ പോയിട്ട് മിനറൽ വാട്ടർ ബോട്ടിലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടകളിൽ പോലും മിനറൽ വാട്ടറിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല നമുക്ക്. ഇത് എത്ര ദിവസമായി ഇങ്ങനെ ബോട്ടിൽ വാങ്ങാൻ? ഇത് 2-3 ദിവസമായി. വെള്ളം കിട്ടാതെ ഭയങ്കര കഷ്ടപ്പാടാണ് ആക്ച്വലി. സോ അതുകൊണ്ട് മിനറൽ വാട്ടർ ഇപ്പോൾ കടകളിൽ പോലും കിട്ടാനില്ല. ഇതിപ്പോൾ നമുക്ക് കുക്കിങ്ങിന്, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ. അവിടെ പിന്നെ കിണറുണ്ട്, അവിടെ നിന്ന് അവിടെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇത്രയും ദിവസം പോയത്. അപ്പോൾ ഇന്ന് വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ പണിയാവും. കൗൺസിലർ ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളിവിടെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട് ഇവിടെ. ടാങ്കറുകൾ എത്തണം. അതെ. ടാങ്കറുകൾ എത്തിയിട്ടുണ്ടോ? ടാങ്കർ 1-2 വന്നു എന്ന് പറയുന്നത് കേട്ടു. നമ്മൾ ആ സൈഡിൽ വന്നിട്ടില്ല. എന്നാണ്, ഇന്നലെയോ? ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇല്ലായിരുന്നു. എന്താ അവസ്ഥ വീട്ടിൽ? ബുദ്ധിമുട്ടാണ്. വീട്ടിൽ ടോയ്ലറ്റിലൊക്കെ പോയാൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കുളിക്കാൻ അങ്ങനത്തെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും നടക്കണില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് ഇതുപോലെ വെള്ളം മേടിക്കണം. അതാണ് കാഴ്ച. ഞാൻ ഈ തൊട്ടടുത്ത വീട്ടിൽ ഒരപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ 2 വീലറിൽ എവിടെ നിന്നോ ഒരു കുടത്തിൽ 2 പ്രാവശ്യമായി വെള്ളം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അദ്ദേഹം അവിടേക്ക് അങ്ങനെ വെള്ളം കൊണ്ട് എവിടെ നിന്നോ ചുമന്നുകൊണ്ട് വരികയാണ്. ഏതൊക്കെയോ കിണറുകളുള്ള വീടുകളിലേക്ക് അവർ അന്വേഷിച്ച് പോവുകയാണ്. ഇന്നലെ എങ്ങാണ്ട് 2 ടാങ്കർ വന്നു എന്ന് പറയുന്നു. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ് ഇവിടെ ദിവസങ്ങളായിട്ട് കുടിവെള്ളം കിട്ടുന്നില്ല. ഒന്ന് സാധാരണ പറയും 2 ദിവസത്തിനകം കിട്ടുമെന്ന് പറയും. ഞങ്ങൾ കോർപ്പറേഷനിലെ കൗൺസിലറെ അധികാരികളെയൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടുമെന്നാണ്. പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, കുണ്ടമൺ വിഭാഗം ദേവീക്ഷേത്രത്തിൻ്റെ. ക്ഷേത്ര ദർശനത്തിന് പോലും ആൾക്കാർ വളരെ കുറഞ്ഞു പോയി. മുമ്പ് വരുന്നതിൻ്റെ നേരെ പകുതിയായിപ്പോയി. ഇതെല്ലാം ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉടനെ തന്നെ അതിൽ കണ്ടുപിടിക്കണം എന്നാണ് അസോസിയേഷൻ്റെ രക്ഷാധികാരി എന്നുള്ളതും ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. ചുരുങ്ങിയ ഇടങ്ങളിൽ കിണറുകളും മറ്റുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ടാണ് ശേഖരിക്കുന്നതെന്ന് ചെറുപ്പക്കാർ പറഞ്ഞു. അപ്പോൾ അതല്ലാത്ത ഇടങ്ങളിൽ അവർക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഒരു പയ്യൻ വെള്ളം കൊണ്ടുപോയ കണ്ടില്ലേ സാറ്? അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ കിണറുണ്ട്. അവിടെ വന്ന് ധാരാളം ആൾക്കാർ വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അടുത്ത് കിണറില്ലെങ്കിൽ വളരെ ദൂരെ നിന്ന് ഇവിടെ വന്ന് വെള്ളം കോരി കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പല ആൾക്കാരും താമസം പോലും ഇവിടുന്ന് മാറി അവർക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബന്ധുവീടുകളിലും മറ്റൊക്കെ മാറിയിട്ടുണ്ട്. ബന്ധുവീട്ടിലേക്ക് ധാരാളം ആൾക്കാർ മാറിപ്പോയി. അവരുടെ ഇന്നലെ തന്നെ ഒരാളിനെ കണ്ടപ്പോൾ വണ്ടിയിൽ പോകണ കണ്ടപ്പോൾ വെള്ളമില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറയുന്നു. അങ്ങനെ പലരും മാറിയാണ്. ഓണമൊക്കെ അടുത്ത് വരുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വരൾച്ച കാലമൊന്നുമില്ല. ഇങ്ങനെ പോയി വെള്ളത്തിന് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം ഇത് വരൾച്ച കാലമൊന്നുമില്ല. അതാ ഈ വലിയവിള വാർഡിൻ്റെ കൗൺസിലർ ദേവി നമുക്ക് പോകണം. എന്താണ് വാർഡിലെ അവസ്ഥ? എന്താണ് വാർഡിൽ പല സ്ഥലത്തും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കാരണം എൻ്റെ വാർഡിൽ ഇതുവരെ ടാങ്കർ എത്തിയിട്ടില്ല. കാരണം നമ്മൾ നിരന്തരം വാട്ടർ അതോറിറ്റിയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന് ഉച്ചയോട് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ ശരിയായിട്ടില്ല. ടാങ്കറും ഇല്ല. കാരണം വാട്ടർ അതോറിറ്റിയിൽ ആകെ ഒരു ടാങ്കറാണ് ഉള്ളത്. കോർപ്പറേഷന് 12 ടാങ്കർ, അത് 44 വാർഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ വിളിച്ചു, ഫോൺ എടുത്തില്ല. നമ്മുടെ MLA വിളിച്ചു, അദ്ദേഹവും ഫോൺ എടുത്തില്ല. അപ്പം നമുക്ക് ടാങ്കറുകളിലെങ്കിലും അറ്റ്ലീസ്റ്റ് വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഇതുപോലുള്ള ചെറിയ റോഡുകളിൽ വലിയ ടാങ്കർ കയറില്ല. വാട്ടർ അതോറിറ്റിയിലാണെങ്കിൽ 18,000 ലിറ്ററിൻ്റെ ടാങ്കറാണ് ഉള്ളത്.
അപ്പോൾ ഒരു ചെറിയ ടാങ്കറിന് വേണ്ടി ശ്രമിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആൾക്കാർ മുതിർന്ന ആൾക്കാരുണ്ട്, അവർ അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഒരു ബാത്റൂമിൽ പോകാൻ പോലും ഒരു വെള്ളം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. സ്വകാര്യ ടാങ്കറുകളെ ആശ്രയിച്ചിട്ടുണ്ടോ? സ്വകാര്യ ടാങ്കുകാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവർ എത്താന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടറോഡുകളിലെങ്കിലും കുറച്ച് വെള്ളം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടുന്നില്ല. ഇന്ന് ഉച്ചയ്ക്കോടുകൂടി വെള്ളം വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇത് തന്നെ പറഞ്ഞതുകൊണ്ട് നമുക്കത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് അവസ്ഥ. SKN അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ ഇത് തന്നെയാണ് അവരോട് പറഞ്ഞത്. ഈ ടാങ്കർ, അതായത് ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടി ഈ ജലവിതരണം പുനഃസ്ഥാപിക്കും. അതല്ലാത്ത ഇടങ്ങളിൽ ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാം. വാർഡ് കൗൺസിലർമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെയോ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ളവരൊന്നും കോളുകൾ എടുക്കുന്നില്ല, അവർ കൃത്യമായി പ്രതികരിക്കുന്നില്ല. ടാങ്കറുകൾ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. പലയിടങ്ങളിലും കൗൺസിലർമാർ അവരുടെ സ്വന്തം നിലയ്ക്ക് പ്രൈവറ്റ് ടാങ്കറുകൾ കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് നേർചിത്രം. മന്ത്രി പറഞ്ഞത് സാങ്കേതികത്വമാണ്. ആളുകൾ ഈ 4ാം ദിവസവും ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. കഞ്ഞി വെക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. ചുമട്ട് വെള്ളം കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ അടിയന്തരമായി ഒരു സമാന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടാങ്കറുകളിലെങ്കിലും ഈ ജലവിതരണം പുനഃസ്ഥാപിക്കും വരെ വെള്ളം ഈ പ്രദേശങ്ങളിൽ എത്തിക്കേണ്ടതാണ്. SKN മുഹമ്മദ്